guys, Assalamualaikum. Welcome back to our channel. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. ഗൂഗ്ലി ഐസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞങ്ങൾ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. നമുക്കൊരു സിസർ വേണം. മെയിനായിട്ട് വേണ്ടത് ഗ്ലൂ ഗണ്ണും പിന്നെ മെഡിസിൻ സ്ട്രിപ്പും ആണ്. നമ്മൾ മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കവറാണിത്, മെഡിസിൻ റാപ്പ്. പിന്നെ നമുക്ക് ഒരു ബ്ലാക്ക് പേപ്പർ വേണം, പിന്നെ ഒരു പെൻസിൽ. അപ്പോൾ ഇത്തരം സാധനങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് 3 തരം കണ്ണുകളാണ്. പലതരം ഷേപ്പുകളുള്ള മെഡിസിൻ സ്ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു മെഡിസിൻ സ്ട്രിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഇതൊരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ. ഇനി നമുക്ക് നമുക്ക് ഒരെണ്ണമായിട്ട് കട്ട് ചെയ്യാം, ഒരു റാപ്പായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ വരുന്ന സാധനങ്ങളും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഉള്ളിൽ കട്ട് ചെയ്യരുത് കേട്ടോ. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യാണ്ട് ബാക്കിയുള്ള അലുമിനിയത്തിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ റൗണ്ട് മുഴുവൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഉള്ളിൽ കട്ട് ചെയ്താൽ നമുക്ക് റെഡിക്ക് വരില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ചുളിവ് ഉണ്ടാവില്ലേ, ഉള്ളിലൊരു ചുളിവ് ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ആ ചുളിവാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ നമ്മളുടെ ഐസ് റെഡിക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഒരു സിസർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഉൾവശത്ത് ഇങ്ങനെ ഇങ്ങനെ പുറമേക്ക് ഒന്ന് തള്ളി കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തള്ളി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ റാപ്പ് ഒരു പുതിയ റാപ്പ് പോലെയാവും. ഞാൻ ഫുള്ളാക്കിയാക്കിന് പുറമെ കാണുമ്പോൾ ചെറിയൊരു ചുളിവ് ഉണ്ടാകും, പക്ഷേ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ തീരെ ചുളിവ് ഉണ്ടാവില്ല, നമുക്ക് കറക്റ്റ് ഷേപ്പ് ഉണ്ടാകും. അപ്പോൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇനി നമ്മൾക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു ബ്ലാക്ക് പേപ്പർ വേണം. ചെറിയൊരു കഷ്ണം മതി കേട്ടോ, അത്രയും കൂടി വേണ്ട, ഈ ഒരു ചെറിയ കഷ്ണം മതി. ഇതുമ്പോൾ നമുക്ക് പെൻസിലുകൊണ്ട് ഒരു ചെറിയൊരു വട്ടം വരച്ചു കൊടുക്കുക. ചെറിയൊരു വട്ടം മതി കേട്ടോ. നമ്മുടെ മെഡിസിൻ റാപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ റൗണ്ട് കട്ട് ചെയ്യാൻ. പലതരം ഉണ്ടാവും മെഡിസിൻ റാപ്പ്, വലുതും ചെറുതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റൗണ്ടാണ് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുക്കുന്ന റാപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഒരു ചെറിയൊരു കണ്ണ് നമ്മൾ കൃഷ്ണമണി ഉണ്ടാക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കാം. പെൻസിൽ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് ആ ഒരു അളവ് കിട്ടും. പക്ഷേ ചെറുതായതുകൊണ്ട് നമുക്ക് എന്തായാലും ആ ഒരു അളവ് നമ്മൾ ശരിക്കുള്ള റൗണ്ട് കിട്ടില്ല, ഭയങ്കര കുഞ്ഞിതല്ലേ. അതുകൊണ്ട് എന്തായാലും ആ റൗണ്ട് കിട്ടില്ല. പക്ഷേ ഏകദേശമൊക്കെ റൗണ്ട് കിട്ടും. പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ കണ്ടിട്ട് റെഡിക്ക് വന്നിട്ടില്ല, പക്ഷേ ഏകദേശം ഒരു റൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കിയ റാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതിട്ടെടുക്കുക. ഇതിട്ടെടുത്തിട്ട് ഒരു പെൻസിൽ വെച്ചൊന്ന് ഇതാക്കി കൊടുക്കുക. ഓക്കെ, ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്ലൂ ഗൺ അതിൻ്റെ ഇടയ്ക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഫുള്ള് ആ ഒരു റൗണ്ട് വരണം കേട്ടോ, ആ റൗണ്ടിൽ തന്നെ വേണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഭയങ്കര ചൂടാവും, അപ്പോൾ കൈ പൊള്ളാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ എൻ്റെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ നാരുകളൊക്കെ വരും, അതൊക്കെ ഒന്ന് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇനി ഇത് കംപ്ലീറ്റ് ഉണങ്ങാൻ വലിയ സമയമൊന്നും വേണ്ട, ഒരു മിനിറ്റ് പോലും വേണ്ട. ശരിക്കും ഇതൊന്ന് കട്ട് ചെയ്യാം. പോകുന്നുണ്ട്, തിരി കട്ടിയുണ്ട് കേട്ടോ ഒരു റാപ്പർ. ഇങ്ങനെ പറിച്ചെടുക്കൊരു തിരി പാടുണ്ട്. കുറച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമ്മൾ സൈഡിലൊക്കെ നാരുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്കൊന്ന് ഒരു സിസർ ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ശരിക്കൊരു ഐ ആവുകയുള്ളൂ. ഇപ്പോൾ ഒരു ബാക്കിൽ നാല് ഉണ്ടുമ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല കാണാൻ. നമ്മളുടെ ഒരു ഐ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാക്കിലത്തെ പോർഷൻസൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഗ്ലൂ ഗൺ ആക്കിയപ്പോൾ ചെറുതായിട്ടൊക്കെ ഇതായിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്, ഒരു ഐ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ തരം ഐ ഉണ്ടാക്കാം, സൈസ് വേറെയുള്ള ഐ. അപ്പോൾ ഞാനതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐ. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ 2 പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഐ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ മെത്തേഡിൽ തന്നെ കുറച്ച് സൈസ് കൂട്ടിയാൽ മതി. പേപ്പറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഒന്ന് ബ്ലാക്ക് പേപ്പർ കൂട്ടിയാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കി. ഇത് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതുകൊണ്ട് ഞാനൊരു ഡോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോളിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഈ ഐ വെച്ചിട്ടാണ് ഞാൻ ഡോൾ ഇടുന്നത്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒന്നുകൂടിയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഐ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഐ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.